ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് പോകാൻ റെഡി ആവാൻ നിൽക്കുകയാണ് ഞാനിപ്പോൾ. ഹോസ്പിറ്റലിലല്ല, അതിനു പകരം ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അടിപൊളി റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ. അവിടെ നിന്നാണ് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നത്. ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്ന് പോയി വേണം അവിടെ നിന്നും അറിയാൻ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയാണ്, സംഭവം അടിപൊളിയാണോ കളറാണോ എന്നൊക്കെ. അപ്പം ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, ഇതാണ് ഇട്ട്. അതിൻ്റെ ഇടയിൽ വിശക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഫെറാറോ ചോക്ലേറ്റ്, ഇത് കണ്ട, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ക്രിസ്മസിൻ്റെ. അപ്പോൾ അതും തിന്നുകൊണ്ട് ഞാൻ റെഡിയായി വേഗം. ഈ 3 സാധനവും എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഇതൊക്കെ കാണാൻ എന്ത് ക്യൂട്ടല്ലേ, ഒരു കീ ചെയിൻസ് ആണ്. എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇതുവരെ ചെയ്യാൻ പഠിച്ചിട്ടില്ല. കാണാൻ ക്യൂട്ടായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അത് സൂപ്പറായിട്ട് വെച്ചു. കണ്ടോ, 4 കാലമായതേ ഉള്ളൂ, പക്ഷേ ഇരുട്ടായി. ഇവിടെ വന്ന ശേഷം ഞാൻ ഫസ്റ്റ് ടൈം മേക്കപ്പ് ഇട്ട് നോക്കി. പതിവ് പോലെ തന്നെ ഞാൻ മേക്കപ്പ് ഇടുമ്പോൾ ഓരോരോ സ്ഥലത്ത് മാത്രമായിട്ട് അത് ബാക്കി നിൽക്കുന്നത്. കാരണം എനിക്ക് ഫൗണ്ടേഷൻ ഇട്ട് ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല. സോ അതൊക്കെ ഞാൻ തേച്ച് മായ്ച്ച് കളഞ്ഞ് ആ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം വെച്ചിട്ട് ഞാൻ പോകാൻ നിന്നു. പോകുമ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിന് ഓപ്പോസിറ്റ് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അത് നല്ലൊരു കാര്യമാണ്. കണ്ട എത്ര വേഗമാണ് നമുക്ക് ബസ് കയറാൻ പറ്റും, ഇത്രയും അടുത്താണ് ബസ് സ്റ്റോപ്പ്. അത് മാത്രമല്ല ഒരു ലക്ക്. പിന്നെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കൊളീഗിൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെയാണ് ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. രാത്രിയാകുമ്പോൾ ബസ് പോകാനുണ്ടെങ്കിൽ തിരിച്ചു വരാനുണ്ടാവില്ല. അതുകൊണ്ട് അവരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ മനസ്സുകൊണ്ട് ഞങ്ങളെ ഒരു കൂട്ടാൻ വന്നു. അങ്ങനെ ഞങ്ങളെയും പിക്ക് ചെയ്ത് അവർ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ കൊളീഗ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പം ഇവർ ഇതാക്കാൻ പോവുകയാണ്. ഈ ഹീറ്റർ തണുത്ത് മരവിച്ചിരിക്കുമ്പം ഇവിടുത്തെ ഹീറ്ററിൻ്റെ അടിയിൽ നിന്നിട്ട് നമ്മൾ ആശ്വാസം കണ്ടെത്തിയേ. പിന്നെ ഇവിടെ പുറത്തെല്ലാവരും ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ ഡ്രിങ്ക്സ് ആൽക്കഹോൾ. പക്ഷേ ഞങ്ങൾ ആൽക്കഹോൾ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവർ പ്യുഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം തന്നത്. ഏകദേശം ചൂടായിട്ടുള്ള, അതായത് നമ്മളുടെ സിന്നമോൺ, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക, ഇതൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക്. ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ആൽക്കഹോൾ കഴിക്കുന്നതിന് പകരം ഈ സാധനം അവർ കുടിക്കാറ്. അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ചിരുന്നു. പക്ഷേ ഓക്കെ, ഇതൊരു ചുക്ക് കാപ്പീൻ്റെ വേറൊരു ടൈപ്പ് സാധനം. അങ്ങനെ ഞങ്ങളൊക്കെ സെൽഫി എടുത്ത് പുറത്തുനിന്ന് ഡ്രിങ്കൊക്കെ കഴിച്ചിരുന്ന് അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ എന്ത് സംഭവമാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വേണ്ടി കഴിക്കാനുള്ള ബൊഫെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ടേബിളിലിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി ചോദിച്ചപ്പം ഇവർ എന്ത് ചെയ്യും, എല്ലാവരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും, സംസാരിക്കും. ഉള്ളിലൊക്കെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ. നമ്മളെ നാട്ടിലത്തെ പോലെ ഡാൻസ്, പാട്ട് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ സൈലൻ്റായൊരു പീസ്ഫുള്ളായൊരു ക്രിസ്മസ് സെലിബ്രേഷൻ. പക്ഷെ നമ്മളുടെ വൈബിന് മാച്ച് ആണെങ്കിൽ ഫുൾ അടിപൊളി ആവണ്ടേ. പക്ഷെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്നറിയോ, എന്തും നമുക്ക് തിന്നാൻ കിട്ടും, ഇഷ്ടമുള്ളത് വാങ്ങി തിന്നാം. പക്ഷേ ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. അതും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ. പോയപ്പോഴാണ് ഞങ്ങൾ വലിയൊരു ഓറഞ്ച് ജ്യൂസിൻ്റെ സാധനം നമുക്ക് തന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ബൊഫയിൽ സാധനം എടുക്കാൻ പോവാണ്. സലാഡ്, പിന്നെ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ എടുത്തത്. കുറേ ടൈപ്പ് റൈസ്, പിന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ സലാഡ് ഇപ്പുറ സൈഡിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പേരൊന്നും അറിയില്ല. കണ്ടതെല്ലാം ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ച് എടുത്ത്. അങ്ങനെ ഇതാണ് സലാഡ്. ഈ സലാഡത്തെ സ്വീറ്റ് കോൺ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയും ഓക്കെ. ഇവരുടെ സലാഡിൻ്റെ ആ ലിക്വിഡ് മിക്സ്ചർ സോസ് നല്ല ടേസ്റ്റാണ്. ഇത്ര പോരെ കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറങ്ങ് ഫുള്ളായി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യുക, പക്ഷേ അത് കഴിക്കാനുള്ള എബിലിറ്റി എനിക്കില്ല. അങ്ങനെ അടുത്തത് നമ്മൾ ഇതൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് ട്രൈ ചെയ്തു ടേസ്റ്റ് ഉണ്ടാക്കാൻ. ആ മസാല ഇല്ലാതെ ഫ്രൈ ചെയ്ത് വെച്ചത് അപ്പം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ചിക്കനായിരുന്നു. കാരണം മസാല ഒന്നുമില്ല, വെറുതെ ഉപ്പും പെപ്പറും ഇട്ട് അത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിവിടെ സന്തോഷിക്കാൻ വേണ്ടി കോമഡി ഷോ പോലെ 2 ജോക്കർ പോലത്തെ ഒരു വന്ന് എന്തൊക്കെ കോമഡിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ ഓരോരോ മലയാളത്തിന് സ്ലാങ് ഉള്ള പോലെ തന്നെ ഇവർക്കും ഇവരുടെ ജർമ്മൻ ഭാഷയിൽ സ്ലാങ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നോക്കിയിരുന്ന് എല്ലാവരും ചിരിക്കുമ്പോൾ കൂടെ ചിരിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തു ഇറങ്ങാൻ നേരത്ത്. അതായത് കുറേ ടൈം നമ്മളവിടെ ഇരുന്ന് അങ്ങനെ ക്യാപ്പിച്ചിനോ ഓർഡറാക്കി കുടിച്ചപ്പോഴാണ് നമുക്ക് ഡെസേർട്ട് കിട്ടിയിട്ടോ. ഡെസേർട്ട് വലിയ ടേസ്റ്റ് ഇല്ല. ഇവിടുത്തെ ഐസ്ക്രീം എന്ന് വെച്ചാൽ വേറെ ഒരു ടൈപ്പാണ്, ക്രീമി അല്ല. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ ഇറങ്ങി. പക്ഷേ പ്രോഗ്രാം ഇനിയും ഉണ്ട്. എന്താ സംസാരിക്കേണ്ടത്? അങ്ങനെ ഞങ്ങൾ പോലെ ടാറ്റാ.